ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ക്രീം ബന്നാണ്. ആകെ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള ക്രീം ബന്നാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ബന്നെടുത്തിട്ടൊന്ന് അതിലോട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബന്ന് ഒന്ന് ബന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കും. പിന്നെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതൊരു നമ്മൾ ക്രീം ബന്ന് കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 8 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തും എല്ലാ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആ ബട്ടറിലോട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിയാതെ നോക്കണം. തീ ലോവിലിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ക്രീം ബന്നിൻ്റെ ക്രീം ഉണ്ടാക്കുന്നതാണ്. ക്രീം ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളതൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് ബട്ടർ ഞാൻ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രീസറിൽ നിന്ന് നേരെ എടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അറിയാണ്ട് ഫ്രീസറിൽ നിന്നുള്ളടുത്ത് കുറച്ചേരെ വെളിയിൽ വെച്ചോളൂ. അപ്പോൾ അത് നല്ല കട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. അപ്പോഴാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ബട്ടർ ഇട്ടതിന് ശേഷം ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എടുത്തുള്ള മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഈ ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ആ തരത്തിലുള്ള മിക്സിംഗ് ആണ് വേണ്ടത്. ബീറ്റർ ഉപയോഗിക്കണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം. പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് നേരം കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മളെ കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് മിക്സ് ആവുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ക്രീം ബന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്രീം ബന്നും കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുന്നത് നമ്മൾ വേറെ എന്തോ ക്രീമാണ്, പക്ഷേ ഇങ്ങനെ കഴിക്കുന്നത് നമ്മളുണ്ടാക്കുന്നതാണ് എനിക്ക് ഒന്നും കൂടി രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബന്നിൻ്റെ ഉള്ളിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് കുറച്ച് തോനെ തേക്കുക കേട്ടോ നല്ലത്. അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും തേച്ചിട്ടൊന്ന് ഇതാണ് ക്രീം ബന്ന് ഉണ്ടാക്കുന്നത്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഒരു പാക്കറ്റിൽ 4 എണ്ണമൊക്കെ കിട്ടും ബന്ന്. പിന്നെ ഇതിൻ്റെ ചെറുത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കഴിക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. പിന്നെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സിമ്പിളാണ്. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്നാക്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുതന്നെ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ അധിക സാധനങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രീം ബന്നുകൾ ഇതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വേറെ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.